അസ്സലാമു അലൈക്കും. ഇനി ആ പിശാചെങ്ങാനും തിരിച്ചു വരുമോ പഠിച്ചോനെ? തെണ്ടി തിരിഞ്ഞ് നമ്മുടെ കൺമുന്നിൽ തന്നെ വരുമെന്നും കാണണമെന്നും പറഞ്ഞെങ്കിലും ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. ഫാസില ആരോടൊന്നില്ലാതെ അത് പറയുമ്പോൾ സഫീന തിരിച്ചു വന്നതാകുമോ എന്നുള്ള ചിന്തയിൽ ഉള്ളിലൊരു കുഞ്ഞു കനലിരിഞ്ഞു തുടങ്ങിയതുപോലെ തോന്നി ആലിക്ക്. ആ ഫൈസി വന്നോ? ഇരിക്കടോ. എനിവേ കൺഗ്രാജുലേഷൻ, താൻ മറ്റൊരു കല്യാണം കഴിച്ചല്ലേ? എസ് ഐ ജോബി മാത്യുവിൻ്റെ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു വന്ന ഫൈസിയെ കണ്ടയാൾ ഏറെ സൗഹൃദത്തോടെ പറഞ്ഞു. എസ് ഐ ജോബി മാത്യു ഫൈസിയുടെ കൂടെ കോളേജിലുണ്ടായിരുന്ന ജോഷി മാത്യുവിൻ്റെ ജ്യേഷ്ഠനാണ്. ജോഷിക്കൊപ്പം ഉണ്ടായിരുന്ന സൗഹൃദം ആ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിന് കാരണമായി. ജോഷിയുടെ കുടുംബവുമായിട്ടുള്ള സൗഹൃദവും സ്നേഹബന്ധവും പഠനശേഷവും നിലവന്നു. അതുകൊണ്ട് തന്നെ ഫൈസിയെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു ജോബി മാത്യുവിന്. അദ്ദേഹം മുൻപിരുന്ന സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറി ഫൈസിയുടെയൊക്കെ നാട്ടിലേക്ക് വന്നപ്പോഴും ഫൈസിയുടെ വീട്ടിലൊക്കെ വരാറുണ്ടായിരുന്നു. സഫീനയുടെ കേസ് ആദ്യം മുതൽ അന്വേഷിച്ചു തുടങ്ങിയത് ജോബി മാത്യുവാണ്. അവരെ കാണാതായത് മുതൽ എത്രയോ നാളുകൾ സ്റ്റേഷനിൽ കയറി ഇറങ്ങാനേ ഫൈസിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. പലതരത്തിലുള്ള കേസുകൾ, സഫീനയുടെ മാതാപിതാക്കൾ കൊടുത്തതും ഷംനാദിൻ്റെ ഉമ്മ കൊടുത്തതും, അങ്ങനെ പല വിധത്തിലാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജോബി മാത്യുവിന് വ്യക്തിപരമായി ഫൈസിയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ സഫീനയുടെ വീട്ടുകാരുടെ പലതരത്തിലുള്ള കള്ളങ്ങളും ആദ്യമേ പൊളിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം സ്റ്റേഷനിലെ SI ആയി വന്നത് ഒരു തരത്തിൽ ഫൈസിക്ക് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. കേസിനെക്കുറിച്ച് സംസാരിക്കാനുള്ളപ്പോഴൊക്കെ പലപ്പോഴും അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിൽ വെച്ചാണ് ഫൈസിയുമായിട്ട് മീറ്റ് ചെയ്യാറുള്ളത്. അവനെ പരമാവധി സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കുക എന്നത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഇരിക്കടോ. ഇരിക്കാൻ പറഞ്ഞിട്ടും പെട്ടെന്ന് വിളിപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയോടെ ജോബി മാത്യുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഫൈസിയോട് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ആ ഓടിപ്പോയവൾ തിരികെ വരും മുന്നേ ആ മംഗളകർമ്മം നടന്നത് നന്നായി. ഇപ്പോൾ പല അവളുമാരും ഓടിപ്പോകുന്നത് മാത്രമല്ല, പോയവനും മടുത്ത് തിരിച്ചു വന്നിട്ട് കെട്ടിയൻ്റെ കയ്യും കാലും പിടിച്ച് അവൻ്റെ കൂടെ പോകുന്നതാണ് ട്രെൻഡ്. പ്രത്യേകിച്ച് താനൊക്കെ വലിയ മനസ്സിൻ്റെ ഉടമകളാണ്. ഒന്ന് കരഞ്ഞ് കാൽ പിടിച്ചാൽ നിങ്ങളെയൊക്കെ കയ്യിലെടുക്കാൻ ഇവളമാർക്ക് പെട്ടെന്ന് പറ്റും. ഇപ്പോൾ തന്നെ എന്തുമാത്രം അനുഭവങ്ങളാണെന്നോ നമുക്ക് മുന്നിൽ നടക്കുന്നത്. അന്നേരം അവനെയൊക്കെ പിടിച്ച് രണ്ട് പൊട്ടിക്കാൻ തോന്നിപ്പോവും. ജോബി മാത്യുവിൻ്റെ ശബ്ദത്തിൽ വല്ലാതെ ദേഷ്യം നിറഞ്ഞിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ പോയി തിരിച്ചു വന്ന ശേഷം ഭർത്താവിൻ്റെ തലയിൽ തന്നെ തൂങ്ങി. അവളുടെ മുന്നിൽ വച്ച് നല്ല 4 ചീത്ത ഞാൻ അവന് കൊടുത്തതാടോ. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഫൈസി, എനിക്ക് 2 പെൺമക്കളാ സാറേന്ന്. എട്ടും പെട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ ഞാൻ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കേണ്ടതെന്ന് ആർക്കും അവരെ നോക്കാൻ വയ്യ. 6 7 വയസ്സേ ആയിട്ടുള്ള മക്കൾക്ക് 2 പേരെയും സഹോദരിയുടെ കൂടെയാണ് നിർത്തിയിട്ടുള്ളത്. എൻ്റെ മക്കളിപ്പോൾ അവിടുത്തെ വേലക്കാരികളെ പോലെയാണ് സാറേ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം എന്തോ അരിഞ്ഞതും കത്തിക്കൊണ്ട് ഒരാളുടെ കൈ മുറിഞ്ഞ് കുറേ രക്തം പോയെന്ന് ആ കുട്ടി വല്ലാതെ ഭയന്നു. വല്ലാത്തൊരു നിസ്സായാവസ്ഥയാണ് മക്കളുടേത്. അത് കാണുമ്പോൾ എനിക്ക് ആത്മാഭിമാനം ഒന്നും തോന്നുന്നില്ല സാറേന്ന്. സ്വന്തം തള്ളക്കോ വേണ്ട, മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോയെന്ന്. പെൺമക്കളല്ലേ സാറേ, അവർക്ക് ആദ്യാവസാനം വരെ ഒരമ്മയുടെ സാന്നിധ്യം തന്നെയാണ്. തള്ളമാർക്ക് ഇങ്ങനെ ഇറങ്ങി തിരിച്ച ഈ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന നാണക്കേട് അതിപ്പോൾ മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കയറിയാലും അവർക്ക് ഈ നാണക്കേടും അപമാനമൊന്നും മാറിപ്പോയില്ല. ആ നല്ലൊരു നിമിഷത്തിലും ആദ്യം അവരെക്കുറിച്ച് പറയുന്ന കാര്യം പെണ്ണിൻ്റെ അമ്മ ആരുടെ കൂടെ ഓടിപ്പോയതെന്ന് മാത്രമായിരിക്കും. പിന്നീട് അങ്ങോട്ട് ആ കണ്ണിലായിരിക്കും മക്കളെ ആളുകൾ നോക്കിക്കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവരെങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിലൂടെ തലയുയർത്തി നടക്കുന്നത്? അവർ ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേരിൽ സ്വയം വേദനിച്ച് എത്ര നാൾ ആ മക്കൾ ജീവിക്കണം? അപ്പോൾ എല്ലാത്തിനും നല്ലത് ഞാൻ എൻ്റെ ആത്മാഭിമാനം പണയം വെച്ച് അവളെ തിരികെ കൂട്ടുക എന്നതാണ് സാറേ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇത്ര വൃത്തികെട്ട പരിപാടിക്ക് നിൽക്കുന്നതെന്ന് അയാൾ പറഞ്ഞതാണ്. സത്യം പറയാലോ ഫൈസി, അയാൾ പറഞ്ഞത് 100% സത്യമായ കാര്യങ്ങളാണ്. ഇറങ്ങിപ്പോകുന്നവർക്കങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. പക്ഷെ മറ്റുള്ളവരുടെ ജീവിതമാണ് ആ പോക്കിൽ നീറി ഒടുങ്ങിപ്പോകുന്നത് അല്ലേടോ? പിന്നെ ഞാനിതൊന്നും തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തൻ്റെ കാര്യത്തിലും എനിക്ക് അങ്ങനെ ഒരു ഭയമുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇതൊന്നും ഫൈസിക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്നറിയാം. വെറുതെ ഞാൻ അതൊന്നും പറഞ്ഞ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാനിപ്പോൾ ഫൈസിയോട് വരാൻ പറഞ്ഞതേ
കേസന്വേഷണത്തിലെ സുപ്രധാനമായൊരു വിവരം പറയാനാണ്. 42 വയസ്സ് പ്രായമുള്ള ദൃഢമായ ശരീരഘടനയോടുകൂടി ജോബി മാത്യു മുന്നോട്ട് നാഞ്ഞിരുന്നു. അതുവരെ സൗഹൃദ മനോഭാവത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവം നിറഞ്ഞതായി. തനി പോലീസുകാരനായി. അദ്ദേഹം പറയാൻ പോകുന്നത് കേസിനാസ്പദമായ എന്തോ സുപ്രധാനമായ കാര്യമാണെന്ന് ഫൈസിക്ക് മനസ്സിലായി. അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷ അവൻ്റെ കണ്ണുകളിലും തുടിച്ചു. ഇനി മിസ്റ്റർ ഫൈസി, സഫീനയും ഷംനാദിനെയും എത്രയും വേഗം കണ്ടുപിടിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം വിജയത്തിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റബിൾ അനിലിനെ അറിയില്ലേ? അവൻ കുറച്ചു ദിവസമായി ലീവിലാണ്. കുടുംബവുമായി ഏതൊക്കെയോ അമ്പലങ്ങളിലൊക്കെ പോയതാ. കൂട്ടത്തിൽ തമിഴ്നാടൊന്ന് ചുറ്റിക്കറങ്ങി വരാൻ പറഞ്ഞു പോയിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇന്നിപ്പോൾ അനിൽ എന്നെ വിളിച്ചു. ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, സാറൊന്ന് കണ്ടു നോക്കിയിട്ട് ആളെ മനസ്സിലായെന്ന് നോക്കാൻ. കണ്ടിട്ട് എനിക്ക് ആളെ മനസ്സിലായി. താൻ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതും പറഞ്ഞുകൊണ്ട് തന്നെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് ഫൈസിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അതിൽ എന്താണെന്ന് കണ്ടില്ലെങ്കിലും ഫൈസിയുടെ കയ്യിലിരുന്ന് ഫോൺ വിറച്ചു. ഹൃദയം ശക്തമായി വിറകൊണ്ടു. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചു കൊണ്ട് ഫൈസി ആ ഫോണിലെ വീഡിയോയിലേക്ക് നോക്കി. ഒന്നേ നോക്കിയുള്ളൂ, ഒരൊറ്റ പ്രാവശ്യം. വീഡിയോയിൽ സഫീനയും ഷംനാദുമുണ്ട്. ഒരു ഹോട്ടലാണ്. രണ്ടാളും ബെഞ്ചിലിരുന്ന് ചായ കുടിക്കുകയാണ്. ഫൈസിയുടെ കണ്ണുകൾ പിടഞ്ഞു. നിമിഷനേരം കൊണ്ട് അവ ചുവന്ന് കലങ്ങിപ്പോയി. കണ്ണുകൾ ഒന്നടച്ച് തുറന്ന് വീണ്ടും ആ കാഴ്ചയിലേക്ക് അവൻ ആഴത്തിൽ നോക്കി. ഷംനാദിനെ ഒട്ടിയിരുന്ന് ചായ കുടിക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ഫൈസി. അവൾ ആകെ മാറിപ്പോയി. തൻ്റെ ആത്മാവ് കടമെടുത്ത് കളഞ്ഞവൾ, തൻ്റെ രക്തത്തിൽ പിറന്ന 3 പൊന്നോണുകളുടെ ഉമ്മയായവൾ, തൻ്റെ ജീവനും ജീവിതവുമായി നിറഞ്ഞു നിന്നവൾ ഇന്ന് മറ്റൊരുവിനെ ഒട്ടിയിരിക്കുന്നു. അവളുടെ ജീവിതം ആസ്വദിക്കുന്നു. തന്നെയും മക്കളെയും ദുർഗന്ധം നിറഞ്ഞൊരു ഗർത്തത്തിലേക്ക് തള്ളിയിട്ട് ഓടിപ്പോയെ കാണേ അറപ്പും വെറുപ്പും തോന്നിപ്പോയി ഫൈസിക്ക് അവളോട്. താനിപ്പോഴും ഒരു പോള പോലും കണ്ണടയ്ക്കാൻ കഴിയാതെ, നേരെ ചൊവ്വ ഒരു ആഹാരം കഴിക്കാനാവാതെ, എന്തിന് ഒന്ന് നേരെ ശ്വാസം വിടാൻ പോലും കഴിയാതെ അകവും പുറവും ഒരുപോലെ നീറി കഴിയുകയാണ്. ഓരോ രാവും പകലും കഴിഞ്ഞു പോയതൊക്കെയും ഒരു ദുസ്വപ്നമായിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അത്രത്തോളം തളർന്നുപോയി. ഇനി ആ കാഴ്ചയിലൂടെ താനെന്ന വൻവൃക്ഷം ചാഞ്ഞ് ഭൂമിയിലേക്ക് നിലം പതിച്ചിരിക്കുന്നു. ഫൈസി, അവരിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലൊരു ഉള്ള ഏരിയയിലാണ്. സ്പോട്ടിൽ രണ്ടിനെയും പൊക്കട്ടെ സാറേന്ന് അനിൽ ചോദിച്ചതാ. എന്തോ ഞാനിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അവർ ഫാമിലിയായിട്ട് നല്ലൊരു കാര്യത്തിന് പോയിട്ടല്ലേ. ഇതിനെയൊക്കെ ഇപ്പോൾ കിട്ടിയിട്ട് നമുക്കെന്ത് കിട്ടാനാ? എന്തായാലും ജീവിതം മടിച്ചു പൊളിക്കാൻ പോയതല്ലേ രണ്ടാളും. ലോകം ചുറ്റി കറങ്ങി കാണട്ടെ എന്ന്. പിന്നെ രണ്ടിനെയും സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ട്. മഫ്തിയിലെ ആളുണ്ടല്ലോ നമുക്ക്. തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ പരമശിവം. ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. പരമശിവം ആളിപ്പോൾ സഫീനയും ഷംനാദും താമസിക്കുന്ന ഹോട്ടലിൻ്റെ സമീപം തന്നെയായിട്ടുണ്ട്. അവരിനി എങ്ങോട്ട് ചലിച്ചാലും നമ്മളറിയും. സഫീനയുടെ ഉമ്മ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതുകൊണ്ടാണ് നമുക്കവരെ കണ്ടെത്തിയേ മതിയാവൂ. ഇനി അധിക ദിവസം ഒന്നുമില്ലടാ. 1 മാസത്തിനുള്ളിൽ നമുക്ക് അവരെ ഇവിടേക്ക് തന്നെ കൊണ്ടുവരാം. ഇക്കാര്യം തന്നോട് പറയണമെന്ന് തോന്നി പ്രതീക്ഷിക്കാതെയുള്ള അവരുടെ വരവ് തനിക്ക് ചിലപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരിക്കും. അതുകൊണ്ടാണ് ഇക്കാര്യം തന്നെ ഞാൻ ഇപ്പോൾ തന്നെ അറിയിച്ചത്. അതീവ ഗൗരവത്തോടെ കേസിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ ഫൈസി ഒന്നുകൂടെ തളർന്നുപോയി. 1 മാസത്തിനകം സഫീനയെ നേരിട്ട് കാണാൻ പോവുകയാണ്. തന്നെയും മക്കളെയും നിഷ്കരുണം ഉപേക്ഷിച്ച് ജീവൻ്റെ ജീവനായി സ്നേഹിച്ച് തന്നെ വഞ്ചിച്ചിട്ട് സഹോദര തുല്യനൊപ്പമുള്ള ഒരുവനൊപ്പം ഓടിപ്പോയ തൻ്റെ ഭാര്യയെ, അല്ല ആദ്യ ഭാര്യയെ. ഫൈസിയ വാചകമൊന്ന് തിരിച്ച്. ഇപ്പോൾ തനിക്കൊരു ഭാര്യയുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചില്ലെങ്കിലും ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്താൻ പറ്റിയില്ലെങ്കിലും അവളാണ് നിൻ്റെ ഭാര്യ ആലിയ. വെറുതെ പേരെന്ന് ഉള്ളാലെ ഉരുവിട്ട് നോക്കി ഫൈസി. ഹൃദയത്തിൽ അത്രയും ആഴത്തിൽ ചെന്ന് പതിഞ്ഞു പോയതുപോലെ വളരെ വേഗം ആ മുഖവും അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. ഇരുൾ ബാധിച്ച് ഹൃദയത്തിലാകെയൊരു കുഞ്ഞു നിലാവട്ടം കടന്നു വന്നതുപോലെ ഫൈസിയാകെ വല്ലാതായിപ്പോയി. ഒരിക്കൽ ഒരുവൾക്ക് പകർന്നു നൽകിയ സ്നേഹത്തിനും വിശ്വാസത്തിനും പകരം ഒരിക്കലും ക്ഷമിക്കാനോ മറക്കാനും കഴിയാത്ത വിധം വിശ്വാസവഞ്ചന കാണിച്ചു പോയവളെ ഹൃദയം അതിവേഗം തിരിഞ്ഞു പിടിച്ച് ഫൈസിക്ക് മുന്നിൽ വീണ്ടും ഹാജരാക്കി. ഉള്ളിൽ അത്രയും ആഴം തീർച്ച വെറും ഒരു മുറിവല്ല, വഞ്ചന.
ഒരുവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ വെട്ടിനുറുക്കിയ ഇനി ഒരിക്കലും ആരാലും കൂട്ടിച്ചേർത്ത് തുന്നിപ്പിടിപ്പിക്കാനോ ആ വേദന മായ്ച്ചു കളയാനോ കഴിയാത്ത വിധം അതിക്രൂരമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. എത്രയൊക്കെ ഓർമ്മകളിൽ നിന്നും സഫീനയെ പിഴുതെറിയാൻ ശ്രമിച്ചാലും അവൻ്റെ സ്വപ്നത്തിൻ്റെ ബാക്കി എന്നോളം അതിവേഗം അവളുടെ ഓർമ്മകൾ അവനിൽ ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ സമാധാനം നശിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഫൈസി, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞിടോ. താൻ ഇനി വരുന്ന കാര്യങ്ങളെ സധൈര്യം നേരിടണം. അവർക്ക് മുന്നിൽ താൻ അഭിമാനത്തോടെ നിൽക്കണം. തെറ്റ് ചെയ്തവൾക്ക് മുന്നിൽ നീയാണ് തലയോർത്ത് നിൽക്കേണ്ടത്. നിന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയതവളാണ്. തെറ്റ് ചെയ്തത് അവളാണ്. ചെറിയ തെറ്റല്ല, അത് ഭീകരമായ തെറ്റ്. അവൾ ചെയ്ത തെറ്റിൻ്റെ ആഴം എന്താണെന്ന് കാലം അവൾക്ക് അറിയിച്ചു കൊടുക്കും. ഫൈസി, നീ സമാധാനത്തോടെ പോയിക്കോ. ബാക്കിയുള്ള കാര്യങ്ങളെ ഞാൻ വഴിയെ വിളിച്ച് അറിയിക്കാടോ. ഇരുന്നിടത്തു നിന്ന് എണീറ്റിയ ഫൈസിയുടെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിലൊന്ന് തട്ടി അതീവ സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു. ഫൈസിയും എഴുന്നേറ്റു. താങ്ക് യു സർ. ആ കൈപിടിച്ച് അവൻ്റെ കൈക്കുള്ളിൽ നിറക്കുമ്പോൾ അത്രയും പറയാതെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഈ കേസ് തുടങ്ങിയ അന്നു മുതൽ ഒരു പോലീസ് ഓഫീസർ ആയിട്ടല്ല, സ്വന്തം ജ്യേഷ്ഠനെ പോലെയാണ് കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ജോബി മാത്യു പരിഗണിക്കുന്നത്. തനിക്ക് ധൈര്യം പകരുന്നത്, തളർന്നു പോകാതെ മുന്നോട്ട് ഓരോ ചുവടും വെക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിന് അദ്ദേഹം ഒന്ന് ചിരിച്ചു. ഹാപ്പി ആയിട്ട് പോയിക്കോ. നിന്റെ ജീവിതം ഇനി സന്തോഷം മാത്രം നിറഞ്ഞതായിരിക്കും. ഇതുപോലെ മനസ്സിൽ വിഷവുമായി നടക്കുന്ന അവരൊക്കെ പടിയിറങ്ങി പോകുന്നതാണോ നല്ലത്? ചിലപ്പോൾ അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു വേള നമ്മളെ കൊല്ലാൻ പോലും അവർ മടിക്കില്ല. അതിനേക്കാളും ഒക്കെ എന്തുകൊണ്ടും ഇതുതന്നെയാണ് നല്ലത്. കുറച്ചു കാലം നമുക്ക് സങ്കടം ഉണ്ടാവും. അതൊക്കെ കാലത്തിൻ്റെ കുത്തവയ്ക്കിൽ ഒഴുകിപ്പോവും. ഫൈസി, ഇനി നിൻ്റെ നല്ല സമയമാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കൂടെ കൂട്ടിയ കുട്ടിയെ നിനക്ക് സ്നേഹിക്കാനും മനസ്സിലാക്കാൻ കഴിയും. പഴയതിനേക്കാൾ ഒരുപാട് നല്ലതായിരിക്കും ഇനിയുള്ള നിൻ്റെ ജീവിതം. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സിൻ്റെ ആശങ്കകളും ആദ്യം ഒഴിഞ്ഞാണ് ഫൈസി തിരികെ വീട്ടിലേക്ക് പോകുന്നത്. കഴിഞ്ഞുപോയ കുറേ മാസങ്ങളായി തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും ഒരു തീരുമാനമാകാൻ പോകുന്നത് പോലെ തോന്നി അവന്. എല്ലാത്തിനും ഒന്ന് അടിവരയിട്ട് നിർത്തണം. ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണം. ജീവനും ജീവിതവുമെല്ലാം തല്ലി തകർത്ത് പോയവളെ മനസ്സുകൊണ്ട് പാടെ ഉപേക്ഷിക്കണം, മറക്കണം. ഫാസിലയുടെ വീടിന് മുന്നിലേക്ക് കാറ് വന്ന് നിൽക്കുമ്പോൾ ഫൈസിയുടെ ഉള്ളിൽ ഉറച്ച ഒരു തീരുമാനവും ഉണ്ടായിരുന്നു. കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിൽക്കുമ്പോൾ ഡോർ തുറന്നത് അവളാണ്. മുന്നിൽ ആലിയ. ഫൈസി അറിയാതെ ആ മുഖത്തേക്ക് നോക്കിപ്പോയി. അവളും ഉള്ളിലാകെ മുന്നേ പരന്ന നേർത്ത നിലാവട്ടം നിറയുന്നത് ഫൈസി അറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ എന്തിനാ പോയത്? എന്താ പറഞ്ഞത്? പോയ കാര്യങ്ങൾ എന്തായി? അവളുടെ മുഖത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ ചോദ്യങ്ങളും. ആ, ഇക്കാക്ക് വന്നോ? ഫാസിലയുടെ ചോദ്യം കേട്ടപ്പോഴാണ് അത്ര നേരം നോക്കി നിന്ന കണ്ണുകൾ പിടഞ്ഞു മാറിയത്. ഫൈസിക്ക് അകത്തേക്ക് കയറാനായി പെട്ടെന്ന് അവൾ വഴിമാറിക്കൊടുത്തു. ഹാളിലെ ഡൈനിങ് ഏരിയയിലെ കസാരയിൽ ഒന്നിലേക്ക് ചെന്നിരുന്നവൻ കുടിക്കാനായി വേഗം ഒരു ഗ്ലാസ് ജ്യൂസുമായി ഫാസില വീണ്ടും വന്നു. അപ്പോഴേക്കും റഫീഖും വാപ്പായും അവർക്കിടയിലേക്ക് വന്നു. പോയ കാര്യങ്ങൾ ഓരോന്നായി ഫൈസി അവരോടൊക്കെ പറയുമ്പോൾ അടുക്കള വശത്ത് നിന്ന് അവൻ എന്താണ് പറയുന്നതെന്ന് അറിയാനായി ആലിയും കാതോർത്തു. കാര്യങ്ങൾ പറയുക മാത്രമല്ല, SI ജോബി അയച്ചു കൊടുത്ത വീഡിയോ കൂടി അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവനൊപ്പമുള്ള അവളുടെ വീഡിയോ കാണുമ്പോൾ അവർക്കൊക്കെ ഒരുതരം അത്ഭുതമായിരുന്നു. ഒരു പെണ്ണിന് എങ്ങനെ കഴിയുന്നു ഈ വിധമൊക്കെ പെരുമാറാൻ? ഒരിക്കലെങ്കിലും അവളെ മക്കളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ? ഒരു ഉമ്മ എന്ന നിലയിൽ ഫാസിലയുടെ ഉള്ളിലേക്ക് ആദ്യം വന്ന ചിന്ത അതായിരുന്നു. ചിന്തിച്ചിട്ടപ്പോൾ എന്തിനാ? ആ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ദീർഘമായൊരു നെടുവീർപ്പായിരുന്നു എല്ലാവരും അത് കണ്ടു കഴിഞ്ഞതും ഫാസില ഫോണുമായി നേരെ അടുക്കളയിലേക്ക് പോയി. ആലി, ഇതാ കണ്ടില്ലേ അവളുടെ ഓരോ പേക്കൂത്തുകൾ? അവൾ അവനൊപ്പം ഇരുന്ന് ചായ കുടിക്കുന്നത് പറഞ്ഞുകൊണ്ട് വീഡിയോ ഓണാക്കി ആലിയയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഫാസില. ആലിയ കാണുകയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയെ, അവരുടെ കാമുകനെ. യാതൊരുവിധ ടെൻഷനോ വിഷമമോ ഒന്നുമില്ലാതെ മധുവിധ ആസ്വദിക്കുന്ന യുവമുദിനങ്ങളെപ്പോലെ തോന്നിക്കും അവരുടെ ഓരോ ഭാവങ്ങളും കാണുമ്പോൾ. ആലിക്ക് ആ കാഴ്ച കണ്ട് കണ്ണു നിറഞ്ഞു വന്ന കണ്ണുകൾ ഇടങ്കൈയിൽ തുടച്ച് വീണ്ടും ആ ഫോണിലേക്ക് നോക്കാൻ പോകുന്ന നേരമാണ് ഒരു കൈവന്ന് ഫോണിൽ പിടുത്തമിട്ടത്. മുഖമുയർത്തി അതാരാണെന്ന് നോക്കുന്നേരം ആ സാന്നിധ്യം മറിഞ്ഞവൾ ഒന്ന് വിറച്ചുപോയി.
ഫൈസിയെ അത്രയും അടുത്ത് കണ്ടവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന നേരം അല്പം ബലം പ്രയോഗിച്ചതുപോലെ അവൻ ആ ഫോൺ അവളുടെ കൈകളിൽ നിന്നും പിടിച്ചു വാങ്ങിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ ആലിയയാകെ വല്ലാതെയായി. എന്തിനല്ലാതെ വീണ്ടും അവളിൽ സങ്കടം നിറഞ്ഞു. ഫൈസിയുടെ ആ പ്രവൃത്തി കണ്ട് ഫാസിലയും കൊണ്ട് നിൽക്കുകയാണ്. അവളും ആകെ വല്ലാതായിപ്പോയി അവൻ്റെ ആ പ്രവൃത്തിയിൽ. ആലി വേഗം തിരിഞ്ഞു കളഞ്ഞു. ഫൈസിയുടെ നോട്ടം ഫാസിലയുടെ നേർക്കായി. ഫാസിലയുടെ ദേഷ്യത്തോടെയുള്ള തുറിച്ചുനോട്ടം കണ്ടപ്പോൾ താൻ ചെയ്തത് വളരെ മോശമായി പോയെന്ന് ഫൈസിക്ക് മനസ്സിലായി. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ സംഭവിച്ചു പോയതാണ്. ഫോണിലുള്ള മറ്റേതെങ്കിലും വീഡിയോയോ ഫോട്ടോസോ അവർ കണ്ടാലോ എന്നൊരു ഭയം കൊണ്ട് അറിയാതെ പിടിച്ചു വാങ്ങിപ്പോയതാണ്. താനൊന്ന് നേരെ ചൊവ്വെ അതിനോട് മിണ്ടുക പോലും ചെയ്തിട്ടില്ല. എന്നിട്ടിപ്പോൾ പെട്ടെന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നും. ഇനിയിപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. ഫൈസി ഓരോന്ന് ആലോചിച്ച് തലയൊന്ന് കുടഞ്ഞ നേരം ആലിയെ നോക്കും നേരം അവൾ വേഗം അടുക്കളയിൽ നിന്നും വർക്കിംഗ് കിച്ചണിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. എന്താ ഇക്കാക്ക അത്? അവൾ തിന്നുകൊന്നുമില്ല ഈ ഫോണ്. കണ്ടിട്ട് ഞാൻ തന്നെ കൊണ്ടു തരുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഒരു മയത്തിൽ ചോദിച്ചിട്ട് വാങ്ങിക്കൂടായിരുന്നോ? ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയി ഇക്കാക്ക. അവൾക്ക് നല്ല വിഷമായിട്ടുണ്ട്. എന്തിനാ ഇത്ര ധൃതിപ്പെട്ട് ഇങ്ങോട്ട് ഓടി വന്നത്? ഞങ്ങൾ ആരും ആ ഫോണ് തിന്നത്തൊന്നുമില്ല. ഫാസിലാക്ക് ദേഷ്യം അടക്കാനായില്ല. വന്ന ദേഷ്യത്തിന് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞവൾ. ഫാസി, ഞാൻ അങ്ങനെയൊന്നും കരുതി വാങ്ങിയതല്ല. പെട്ടെന്നറിയാതെ പിടിച്ചു വാങ്ങിപ്പോയതാണ്. ഫൈസിയും അവൻ്റെ സാഹചര്യം വ്യക്തമാക്കി. ഓ പിന്നെ, അറിയാതെ പിടിച്ച് വാങ്ങിപ്പോലും. അതൊന്നല്ല, പഴയ ഭാര്യ ആരും മോശമായി കാണാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഇക്കാക്ക ഫോൺ തട്ടിപ്പറിച്ചെടുത്തത്? ഓ പിന്നെ, സ്വർണ്ണക്കനയല്ലേ. ഭാര്യയെ ഞങ്ങളാരും കണ്ടത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ്. ഫാസി, നീ ആവശ്യമില്ലാതെ ഓരോന്നൊന്നും വിളിച്ചു പറയല്ലേ. ഫാസിലെ വീണ്ടും വിളിച്ചു പറയുമ്പോൾ ഫൈസിക്കും ദേഷ്യം വന്നു. ഫാസിത്തെ ഇങ്ങോട്ടൊന്ന് വരാമോ? പെട്ടെന്നാണ് ആലിയുടെ വിളി വന്നത്. അവർ തമ്മിലുള്ള സംസാരം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് ആലിക്കും മനസ്സിലായി. പെട്ടെന്നുള്ള അവൻ്റെ പ്രവൃത്തി തനിക്ക് വേദന നൽകിയെങ്കിലും താൻ കാരണം ഇനി ആ നിസ്സാര കാര്യത്തിന് അവർക്കിടയിൽ ഒരു തർക്കമുണ്ടാവാൻ പാടില്ല. ആ രംഗം വഴി തിരിച്ചുവിടാൻ വേണ്ടിയാണ് അവൾ പെട്ടെന്ന് ഫാസിലയെ അവൾക്കടുത്തേക്ക് വിളിച്ചത്. ദേഷ്യത്തോടെ വീണ്ടും ഫൈസിയെ നോക്കിക്കൊണ്ടാണ് ഫാസില ആലിയുടെ അടുത്തേക്ക് പോയത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഫൈസി നിന്നുപോയി. എന്താ ആലി? എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളിനി ഇത് പറഞ്ഞ് വഴക്ക് കൂടല്ലേ. എന്തിനാ നിസ്സാര കാര്യത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിങ്ങനെ വഴക്ക് കൂടണത്? ഈ ശബ്ദം ഒച്ചപ്പാടും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാ ഫാസിത്ത. ഫാസിലയുടെ മുഖത്തേക്ക് നോക്കി പരിഭ്രമം നിറഞ്ഞ മുഖത്തോടെ പറയുന്നവളെ ഫൈസി എത്തി നോക്കി. അവളുടെ വാക്കുകൾ അവനെ സമാധാനം നൽകി. അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ആ ഒരു ആശ്വാസത്തോടെയാണ് ഫൈസി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് പോയത്. ഒരുമിച്ചാണ് എല്ലാവരും കൂടി ആഹാരം കഴിക്കാനിരുന്നത്. പിന്നീട് എത്ര നോക്കണ്ടെന്ന് വിചാരിച്ചാലും ഫൈസി അറിയാതെ ആലിയയുടെ മുഖത്തേക്ക് നോക്കിപ്പോവും. അവളുടെ മുഖത്ത് എന്തെങ്കിലും ദുഃഖമുണ്ടോ വിഷമമുണ്ടോ എന്നൊക്കെയാണ് അവൻ നോക്കുന്നത്. ഫൈസി നോക്കുമ്പോൾ ഫാസിലും ചില ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി. അതോടെ അവൻ്റെ നോട്ടം വഴിമാറും. പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും ആലിയുടെ ഒരു നോട്ടം പോലും ഫൈസിയുടെ നേർക്ക് ചെന്നില്ല. അവൻ്റെ ഓരോ പ്രവൃത്തികളും തന്നോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഉണ്ടാകുന്നതാണെന്നും ഇനി ഒരു നോട്ടം കൊണ്ട് പോലും ഫൈസിക്ക് താനൊരു ശല്യമായി മാറരുതെന്നും അവൾ മനസ്സിൽ കുറിച്ചിട്ടു. പിറ്റേന്ന് ഉച്ചയ്ക്ക് ചോറും കഴിച്ചിട്ടാണ് ഫാസിലയും ആലിയയും കൂടി മിസ്രിമോളുടെ സ്കൂളിൽ പോയതും TC വാങ്ങിയതുമൊക്കെ. അവർ തിരികെ വന്ന ശേഷം ആലിയയുടെ മാമയുടെ വീട്ടിൽ കൂടി കയറി. വൈകിട്ടോടെയാണ് അവർ തിരികെ എത്തിയത്. പ്രാവശ്യം ഫൈസിയുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ആലിക്കുള്ളിൽ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു. മറ്റേത് ഫാസിലത്തെ കൂടെ ഉള്ളപ്പോൾ അങ്ങനെയല്ല. തന്നോട് മിണ്ടാനും പറയാനും ആളുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ആകെ ഒരു മൂടൽ വന്ന് നിറഞ്ഞതുപോലെ, ഒന്നിനെ ഒരു വ്യക്തതയില്ലാത്തതുപോലെ. സാരല്ല, എന്നും ഫാസിത്താക്ക് തൻ്റെ കൂടെ വന്നു നിൽക്കാൻ പറ്റില്ലല്ലോ. താൻ ഈ വീട്ടിലെ സാഹചര്യങ്ങളുമായി ഒറ്റയ്ക്ക് പൊരുത്തപ്പെടുക തന്നെ വേണം. ഒരു നെടുവീർപ്പോടെ അവൾ ഡോർ തുറന്നുള്ളിലേക്ക് കയറി. വന്നപാടെ ഫൈസിയുടെ വാപ്പ കിടക്കാൻ കയറി. കുടിക്കാൻ വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് വാപ്പ. ഒരു ഫ്ലാസ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ ചെറു ചുടുവെള്ളം കൊണ്ടുവന്നിട്ട് നേർത്തൊരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അദ്ദേഹത്തെ ആലിയ വാപ്പ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവളോട് ഒന്ന് പുഞ്ചിരിച്ചു അദ്ദേഹം. വീട്ടിലൊരു മരുമകളുണ്ടായിട്ടും ഒരിക്കലും സഫീനയുടെ അടുക്കിൽ നിന്നും ഉണ്ടാകാത്ത ഒരു പ്രവൃത്തിയാണ് ആലിയെ കൊണ്ടുവന്ന ഈ വെള്ളവും ആ സന്ദേശം നിറഞ്ഞ പുഞ്ചിരിയും.
ഒരു വീട് വീടാകണമെങ്കിൽ ആ വീട്ടിൽ സന്തോഷം നിറയണമെങ്കിൽ അവിടെയുള്ള ഒരു വ്യക്തി മാത്രമല്ല, ആ വീട്ടിലുള്ളവർ എല്ലാവരും വിചാരിക്കണം. പരസ്പര ബഹുമാനവും സ്നേഹവും സന്തോഷവും എല്ലാവരും ഉണ്ടായിരിക്കണം. ഇവിടെ പക്ഷേ സഫീന വന്നതോടുകൂടി ഞങ്ങളുടെ മകനെ ഞങ്ങളിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കാനാണ് ആദ്യം അവൾ ശ്രമിച്ചത്. ഒരിക്കലും ഫൈസിയുടെ മാതാപിതാക്കളാണെന്നുള്ള സ്നേഹമോ കരുതലോ ഒന്നും അവൾ ഞങ്ങളോട് കാണിച്ചിട്ടില്ല. പക്ഷെ ആലിയ എന്ന ഈ പെൺകുട്ടിയിലൂടെ ആ പരിഗണനയും സ്നേഹവും തനിക്ക് അനുഭവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് ഫൈസിയുടെ ഉപ്പാക്ക് തോന്നിപ്പോയി. മോള് പോയി കിടന്നോ? അത്രയും വാത്സല്യത്തോടെയാണ് ആ മനുഷ്യൻ അവളോടത് പറഞ്ഞത്. ആലിയ നേരെ പോയത് ഫൈസിയുടെ റൂമിന് നേരെ വലതുവശത്തായിട്ടുള്ള മറ്റൊരു റൂമിലേക്കാണ്. അത്യാവശ്യം വലിയൊരു റൂമാണത്. ആ റൂമിൽ ഒരു കട്ടിലാണുള്ളത്. ആ കട്ടിൽ അവൾ ഒരു വശത്തേക്ക് പിടിച്ച് നീക്കിയിട്ടു. പിന്നീട് നിലത്തേക്ക് ആദ്യം ഒരു വലിയ പായ വിരിച്ചു. അതിന് മുകളിലേക്ക് ബ്ലാങ്കറ്റ് കൂടി വിരിച്ച് സെറ്റാക്കി. മക്കളാരും കിടന്നിട്ടില്ല. അവരെല്ലാം ഹാളിൽ ഇരുന്ന് കളിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാ ഈ ആലുമ്മാൻ്റെ കൂടെ കിടക്കാൻ വരുന്നത്? വരുന്നവർ പെട്ടെന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് ഓടിവായോ? അതും പറഞ്ഞുകൊണ്ടവൾ ഹാളിൽ ഇരിക്കുന്ന മക്കളുടെ അടുത്തേക്ക് ചെന്നിട്ട് പൊടിമോനെ പൊക്കിയെടുത്ത് അവളുടെ മടിയിലേക്കിരുത്തി. അവനൊന്ന് കുതറിക്കൊണ്ട് അവളുടെ മടിയിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും പിടിവിടാതെ ശക്തിയോടെ പിടിച്ചുകൊണ്ട് വീണ്ടും അവളുടെ മടിയിലേക്ക് തന്നെ ഇരുത്തി. പൊടിമോൻ എന്താ ഈ ഉമ്മിയോട് മുണ്ടില്ലേ? ഉമ്മി പാവല്ലേ? കൊഞ്ചിച്ചുകൊണ്ട് ചോദിക്കുന്നേരം ആ മുഖമാകെ ഉമ്മ കൊടുത്തവൾ. മിസ്റ്റിയമ്മോളും ഐഷുവും കേട്ടപാടെ ഞങ്ങൾ ഉമ്മയുടെ കൂടായി എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് കയറി. അഫി ഒന്നും പറയാതെ അവൾ പൊടിമോനെ കൊഞ്ചിക്കുന്നത് നോക്കി അങ്ങനെ ഇരുന്നു. മോനും വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് ഒരുമിച്ച് കിടക്കാട്ടോ. അത് കേട്ടതും അവൻ വേഗം എണീറ്റ് ഫൈസിയുടെ റൂമിലേക്ക് കയറി ഡോറടിച്ചു. അവൾക്കറിയാമായിരുന്നു അല്ലെങ്കിലും അവൻ തൻ്റെ കൂടെ കിടക്കാൻ വരില്ലെന്ന്. അതിനുള്ള അടുപ്പമൊന്നും തന്നോടില്ലല്ലോ. സാരില്ല, ഒക്കെ ശരിയാവും, അവൾ സ്വയം ആശ്വസിച്ചു. പിടിവിട്ടു പോകാൻ ഒരുങ്ങിയ പൊടിമോനെയും കൊണ്ടവൾ ബാത്റൂമിലേക്ക് കയറി. അവനെ ചെറുതായിട്ടൊന്ന് മേൽ കഴുകി ഫ്രഷാക്കി മറ്റൊരു ഡ്രസ്സിട്ട് കൊടുത്തുകൊണ്ട് അവൾ വിരിച്ച് കിടക്കിലേക്ക് കിടക്കാൻ പോകുമ്പോൾ അവളുടെ അടുത്ത് നിന്നും അവൻ ഫൈസിയുടെ അടുത്തേക്ക് ഓടി. അപ്പോഴേക്കും മിസ്റ്റിയമ്മോളും ഐഷുവും വന്നു. അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഫൈസിക്കൊരു ശല്യമാകാതെ ആലി ഇന്നു മുതൽ മറ്റൊരു റൂമിലേക്ക് ഇടം പിടിച്ചു. ആലി ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് അവിടെ കിടന്നത്. താനും മോളും ആർക്കും ഒരു ഭാരമാകാതെ ഇരിക്കട്ടെ. അവൾ അതുവരെ ഉള്ളിൽ അടക്കി പിടിച്ച വേദനയുടെ തിരയിളക്കി. തൊട്ടടുത്ത റൂമിൽ ഫൈസി തൻ്റെ രണ്ടു മക്കളെയും ചേർത്ത് പിടിച്ച് കിടക്കുകയാണ്. ഉള്ളിലിപ്പോൾ അവൾ മാത്രമാണ്, ആലിയ. എത്രയൊക്കെ വിഷമമില്ലെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഫൈസിക്ക് മനസ്സിലായി അവളുടെ ഉള്ളിൽ ആ സങ്കടമുണ്ടെന്ന്. ഈ റൂമിലേക്ക് അവൾ കൂടിയുണ്ടെങ്കിൽ താൻ ബാൽക്കണിയിലേക്ക് പോകുമോ എന്ന് കരുതിയായിരിക്കും അവൾ മറ്റൊരു റൂമിലേക്ക് ഇടം പിടിച്ചതെന്നും അവന് മനസ്സിലായി. അത്ര പെട്ടെന്നൊന്നും അവളെ തനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവളെങ്ങനെ പിടിതരികയുമില്ല. താൻ കണ്ട സഫീനെ പോലെയല്ല ആലിയ എന്നവന് ഇതിനോടകം മനസ്സിലായിരുന്നു. അവൾ എന്ന പെണ്ണിനെ മനസ്സിലാക്കണം, ചേർത്ത് പിടിക്കണം. ഇനിയും കൂടണയാത്തൊരു കിനാവിൻ്റെ കൂട്ടിരിപ്പ് കാര്യം ആകുമോ പെണ്ണെ നീ? അവനുള്ളിലാരെ അവൾക്ക് വേണ്ടി പറഞ്ഞു തുടങ്ങി. എടി, നീ എന്തിനാടി നിന്റെ മറ്റവൻ കെട്ടിയ താലി ഊരി അവിടെ വെച്ചിട്ട് വന്നത്? ഇപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ നമ്മുടെ കയ്യിലിരുന്നേനെ. വിറ്റ് കാശാക്കാനുള്ളതിനെ നീ വലിയ സത്യവതിയായിക്കൊണ്ട് അതിനെ ഊരി അവിടെ എന്തിനടി കളഞ്ഞത്? ചോദിക്കുന്നതിനോടൊപ്പം കൈവീശി ഒരൊറ്റ അടിയായിരുന്നു സഫീനയുടെ നേർക്ക് ഷംനാദ്. ശക്തമായ അടിയിൽ പിന്നോക്കം വേച്ചു പോയവൾ പേടിയോടെ കവിൾപ്പൊത്തി പിടിച്ചു. ആ അടിയിൽ അവൾക്ക് തലപെരുത്തു, കണ്ണു പുകഞ്ഞു. ചെവിയിൽ കൂ എന്നൊരു ശബ്ദം മാത്രം. ആ മാല എത്ര പവനുണ്ടായിരുന്നു? 6 പവൻ. അവൻ്റെ ആക്രോശം നിറഞ്ഞ ശബ്ദത്തിന് മുന്നിൽ പേടിച്ചു ഭയന്നവൾ അറിയാതെ പറഞ്ഞുപോയി. നിന്നെ ഞാനിത് കൊല്ലുമടി പഞ്ഞ നായിൻ്റെ മോളെ. എല്ലാം ഊരിക്കൊടുത്തിട്ട് അവൾ ഇറങ്ങി വന്നിരിക്കുന്നു. മാല 6 പവനായിരുന്നെന്ന് കേട്ടതും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയും മറ്റുമൊക്കെ ഓർത്തതും ഭ്രാന്തിളകി അവന്. ഒരൊറ്റ കുതിപ്പിന് ഷംനാദ് സഫീനയുടെ കഴുത്തിൽ തന്നെ പിടുത്തമിട്ടു. ഉള്ളിലെ കത്തുന്ന ലഹരിയിൽ സ്ഥലകാലബോധമില്ലാതെ അവസ്ഥയിൽ അവൻ നിയന്ത്രണം വിട്ടു. കഴുത്തിലുള്ള ഷംനാദിൻ്റെ ശക്തമായ പിടിയിൽ സഫീനയുടെ കണ്ണുകൾ തുറിച്ചുപോയി. അവൾ സർവ്വശക്തിയും എടുത്ത് കുതറി. ഇല്ല, ഒരണുവിട അനങ്ങാൻ പറ്റുന്നില്ല. അത്രയും ശക്തമായ പിടിയാണെന്ന് സഫീനക്ക് മനസ്സിലായി. അവൻ്റെ കൈകൾക്ക് വല്ലാത്തൊരു ശക്തി. ഒരു നിമിഷം സ്വന്തം മരണം കൺമുന്നിൽ കണ്ടുപോയി സഫീന. എടി, ആ മാല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വിറ്റ് കാശാക്കാമായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു. ഇനി രണ്ടാൾക്കും കൂടി തെണ്ട് ജീവിക്കാം.
ആ പിടി ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് ഷംനാദ് അലറി പറയുന്ന നേരം അവസാന ശ്രമം എന്ന പോലെ സർവ്വശക്തിയുമെടുത്ത് സെഫീന അവനെ പിന്നോക്കം ആഞ്ഞു തള്ളി. ആ തള്ളിൽ നിലതെറ്റിയ ഷംനാദ് നിലത്തേക്ക് ചെന്ന് വീണു. അവൻ്റെ തല ഭിത്തിയിൽ ചെന്നൊന്ന് മുട്ടുകയും ചെയ്തു. തലയൊന്ന് തടവി നേരെ ഇരിക്കാൻ ഷംനാദ് ശ്രമിക്കുമ്പോൾ സെഫീനയും നിലതെറ്റി താഴേക്ക് ഇരുന്നു പോയി. അവൾ കുറച്ചു നേരം കൊണ്ട് നഷ്ടപ്പെട്ട ശ്വാസം ആഞ്ഞു വലിച്ചു. ശക്തമായി ചുമച്ചും കിതച്ചും തൻ്റെ ജീവൻ തിരികെ പിടിക്കാൻ ശ്രമം തുടർന്നു. മരണവെപ്രാളത്തിൽ സെഫീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അന്നേരം സെഫീനയുടെ പരാക്രമങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഷംനാദ് അങ്ങനെ ഇരുന്നു. രണ്ടാർക്കും പരസ്പരം കൊല്ലാനുള്ള കലി തോന്നി. നീയല്ലടാ പന്നി അന്ന് പറഞ്ഞത് ആ മാലയിട്ടോണ്ട് നിന്റെ കൂടെ എന്നെ കണ്ടുപോരുതെന്ന്. എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളുമായി നിന്റെ കൂടെ ഞാൻ വരാൻ പാടില്ലെന്ന്. അതുകൊണ്ടല്ലടാ നായ എന്നത് ഊരി അവിടെ വെച്ചിട്ട് വന്നത്. എന്നിട്ടിപ്പോൾ എനിക്കായ കുറ്റം. ഒരിത്തിരി ശ്വാസം തിരിച്ചു കിട്ടിയതും ഷംനാദിൻ്റെ നേർക്ക് ചീറ്റപ്പൊലിയെ പോലെ ചീറിയെടുത്തു സെഫീന. നിനക്ക് ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. പൈസ തീർന്നതോടെ നിന്റെ സ്വഭാവം മാറി. നിന്റെ സ്നേഹമൊക്കെ എൻ്റെ പണത്തിന് വേണ്ടിയുള്ള വെറും അഭിനയം മാത്രമായിരുന്നു. നിനക്ക് എന്നോടൊരു ചുക്കുമില്ല. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഇനി ഞാൻ നിന്റെ കൂടെ ഇവിടെ നിൽക്കില്ലടാ. പോലീസോ പട്ടാളമോ ആരായാലും പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ. എനിക്കൊരു ചുക്കുമില്ല. എന്തായാലും ഇനി ഞാൻ നിനക്കൊപ്പം ഇവിടെ നിൽക്കില്ല. സെഫീന ഒരു ഭ്രാന്തിയെപ്പോലെ അവന് നേരെ അലറി. എനിക്ക് മാത്രമല്ലടി, നിനക്കും ഭ്രാന്ത് തന്നെയാ. നല്ല ഒന്നാം തരം കാമഭ്രാന്ത്. അത് മൂത്തതുകൊണ്ടല്ലേ മക്കളെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ ഓടിയത് കൂത്തിച്ച്. എന്നിട്ടിപ്പോൾ അവളെന്നെ ഭരിക്കുന്നു. നായിൻ്റെ മോളെ, എന്നെ ഒറ്റക്കാക്കിയിട്ട് നീ ഒരു മൈലേക്കും പോവില്ല. എവിടെയായാലും നമ്മൾ രണ്ടാളും ഒരുമിച്ച്. നിൻ്റെ മറ്റവനെ പറ്റിച്ചതുപോലെ എന്നെ പറ്റിക്കാന്ന് നീ കരുതണ്ടടി. എനിക്കിനി മേലും കീഴും നോക്കാനില്ല. എൻ്റെ ജീവിതം എന്തായാലും നശിച്ചു. നിന്നെ കൊന്നു കടലിൽ കെട്ടിത്താഴ്ത്തും പന്ന നായിൻ്റെ മോളെ. അത് വേണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ ജീവിച്ചോളണം. അല്ലാതെ നിനക്കിന് മറ്റൊരു വഴിയില്ല. അവൾക്ക് നേരെ വിരൽ ചൂണ്ടി കത്തുന്ന ദേഷ്യത്തിൽ താക്കിയത് പോലെ അവൻ പറഞ്ഞു. ഏത് നശിച്ച നേരത്താണോ നിന്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത്? സെഫീന സ്വയം തലയിൽ തല്ലി പരിതപിച്ചു. ഓ ഓ, നശിച്ച നേരം നിനക്കല്ലടി, എനിക്കാണ് നശിച്ച നേരം. അവൻ്റെ ശബ്ദത്തിൽ ആവോളം പുച്ഛവും പരിഹാസവും നിറഞ്ഞു. നിന്നെപ്പോലിരുത്തി കയ്യും കലാശവും കാണിച്ചപ്പോഴേ എൻ്റെ പ്രായത്തിലുള്ള ആരായാലും വീണു പോവും. പക്ഷെ നീ അങ്ങനെയാണോടി? സ്വന്തം മക്കളെ പോലും തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നവൾ പിന്നെ എന്തിനാ വന്നത്? സുഖിക്കാൻ തന്നെയാണ് വന്നത്. കാമഭ്രാന്ത് മൂത്ത് എൻ്റെ ജീവിതം കൂടി നീ നശിപ്പിച്ചു. എന്നിട്ടിപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്ന നേരാണ് നിനക്ക് കുറ്റമായി പോയതല്ലേ? എൻ്റെ ജീവിതം നശിച്ചു. അല്ല, നീ ഒരുത്തിയാ എൻ്റെ ജീവിതം നശിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ എന്നെ ഒഴിവാക്കി തിരികെ പോവാൻ നീ ശ്രമിച്ചാലേ നല്ല ജീവനോടെ നീ തിരികെ പോകില്ല. ഈ ഷംനാദ് അടി പറയുന്നത് നേരെ ചൊവ്വപ്പയാൽ നിനക്ക് കൊള്ളാം. അവൻ അന്ത്യശ്വാസനം എന്നോണം അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. ഷംനാദിൻ്റെ ഓരോ വാക്കുകളിലും സെഫീന ഹൃദയം പൊട്ടി ആർത്താർത്ത് കരഞ്ഞു. എന്ത് പറഞ്ഞാണ് സെഫീനയെ തളർത്തേണ്ടതെന്ന് ഷംനാദിന് വ്യക്തമായി അറിയാം. അവൻ വിളിച്ചു പറഞ്ഞ ഓരോ വാക്കിലും അതുവരെ പുലിയെപ്പോലെ ചീറിയ സെഫീന പൂച്ചയെപ്പോലെ തളർന്നു പോയി. തെറ്റാണ്, എല്ലാം എൻ്റെ തെറ്റാണ്. നല്ലൊരു ജീവിതം സുഖമായി ജീവിച്ചു കൊണ്ടിരുന്ന ഞാൻ അഹങ്കാരം മൂത്തിറങ്ങി ഓടിയതാണ്. ആവോളം സ്നേഹിച്ചൊരു മനുഷ്യൻ്റെ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചോടിയതാണ്. എത്ര സ്നേഹിച്ചാലും എത്രയൊക്കെ തന്നാലും പോരെന്ന് വാശി പിടിച്ച് അഹങ്കരിച്ചു. സ്വന്തം മാതാപിതാക്കളെ പോലും മാറ്റി നിർത്തി എന്നെയും മക്കളെയും സ്നേഹിച്ചതാണ്. എന്നിട്ട് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ആ മനുഷ്യനെയും ആ മാതാപിതാക്കളെയും താൻ എത്രമാത്രം ദ്രോഹിച്ചു, വേദനിപ്പിച്ചു. സുഖ സൗഭാഗ്യങ്ങൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയി. ഞാനെന്തോ വലിയ സംഭവമാണെന്ന് സ്വയം മനസ്സിൽ നിറച്ചു. അതെൻ്റെ സൗന്ദര്യം, അതായിരുന്നു എൻ്റെ അഹങ്കാരം. ഇപ്പോഴാ സൗന്ദര്യത്തിന് യാതൊരു വിലയുമില്ല. ആസ്വദിച്ചവൻ തൻ്റെ ശരീരത്തെയും പണവും മാത്രമാണ് ആഗ്രഹിച്ചത്. ഇപ്പോൾ എല്ലാം തീർന്നു, എല്ലാം അവസാനിപ്പിച്ചു. ഇനി ഈ നശിച്ച ജീവിതത്തിൽ തനിക്ക് ഒരു രക്ഷയില്ല. എന്തിനും തയ്യാറായാണ് അവൻ നിൽക്കുന്നത്. മുൻപും ഇതുപോലെ കൊല്ലുമെന്നവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെ കൊന്നുകളയുമെന്ന്. അവനിനി ഒന്നും നഷ്ടപ്പെടാനില്ല. തനിക്കും എല്ലാം നഷ്ടപ്പെട്ടു. അല്ല, നഷ്ടപ്പെട്ടതല്ല, ഞാൻ നഷ്ടപ്പെടുത്തിയതാണ്. എൻ്റെ അഹങ്കാരത്തിന് ആവോളം ശിക്ഷ ഞാൻ ഇനിയും അനുഭവിക്കും. ഇവനൊപ്പമാണ് ഇനിയും എൻ്റെ ജീവിതമെങ്കിൽ അവൻ എന്നെ കൊല്ലേണ്ടി വരില്ല. ഞാനായിട്ട് തന്നെ എൻ്റെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരും, തീർച്ച. ആർത്തി വിളിച്ച് കരയുന്നതിനിടയിലും സ്വന്തം ജീവിതത്തിലെ ശരിതെറ്റുകൾ ചികഞ്ഞു നോക്കി സെഫീന. അടക്കാൻ കഴിയാത്ത സങ്കടവും ദേഷ്യവും തോന്നിപ്പോയവൾക്ക് ഒന്നുകിൽ അവൻ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും.
അതുമല്ലെങ്കിൽ അവൻ പറയുന്നതനുസരിച്ച് അവനൊപ്പം ഒരു അടിമയെപ്പോലെ ജീവിക്കണം. രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. വ്യക്തമായൊരു തീരുമാനം തേടി സഫീനയുടെ മനസ്സ് അലയാൻ തുടങ്ങി. രാവിലെ സുബഹി നമസ്കാരം അല്പം ഖുർആൻ പാരായണമൊക്കെ കഴിഞ്ഞ ശേഷം ആലിയ നേരെ അടുക്കളയിലേക്ക് കയറി. ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലിയയ്ക്ക് കൃത്യമായി അറിയാം. ഫാസിലയുടെ കൂടെ അവിടുത്തെ അടുക്കളയിലുള്ള എല്ലാ കാര്യങ്ങളും ആലിയ മനസ്സിലാക്കിയിരുന്നു. അടുപ്പിൽ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളവും വെച്ച ശേഷം അരിയും കഴുകി ഇട്ട ശേഷം കാപ്പിക്കുള്ള മാവെടുത്തവൾ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് വെച്ചു. ആലി എണീറ്റ് നേരം മിസ്രിയ മോളെയും വിളിച്ചിരുന്നു. അവളും എണീറ്റ് സുബഹി നിസ്കരിച്ച ശേഷം വീണ്ടും പോയി കിടന്നുറങ്ങുകയാണ്. വാപ്പയും ഫൈസിയും പള്ളിയിലേക്ക് പോയി. ചില ദിവസങ്ങളൊക്കെ ഫൈസി പള്ളിയിൽ പോകാറില്ല. മിക്കവാറും പോകുന്ന ദിവസങ്ങളാണ് കൂടുതലും. വാപ്പ പക്ഷേ സ്ഥിരമായി പള്ളിയിൽ പോകും. ഗൾഫ് ജീവിതമൊക്കെ മതിയാക്കി നാട്ടിൽ വന്ന ശേഷം അദ്ദേഹം കൃത്യമായി ചെയ്തു പോരുന്നൊരു കാര്യമാണ്. ആലി മുറ്റം തൂത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഫൈസിയും വാപ്പയും ബൈക്കിൽ നിന്ന് വന്നിറങ്ങുന്നത്. അവളെ കണ്ട് ബാപ്പ ഒന്ന് ചിരിച്ചു. അവൾ നേരത്തെ ചിരി തിരികെ നൽകി. മോളെന്തിനാ മോളെ രാവിലെ ഈ മുറ്റം തൂക്കാൻ കയറിയത്? നല്ല മഞ്ഞുണ്ട്, കയറിപ്പോയിക്കോ. ഈ മഞ്ഞൊക്കെ മാറി ഇത്തിരി വെട്ടം വരട്ടെ, എന്നിട്ട് തൂക്കാം. സ്നേഹം നിറഞ്ഞ ശാസനയോട് അദ്ദേഹം പറഞ്ഞു. ഫൈസിയും അവളെ തന്നെ നോക്കുന്നുണ്ട്. അവനുള്ളിലും ആ ചോദ്യമുണ്ടായിരുന്നു, എന്തിനാ ഇത്ര രാവിലെ മുറ്റം തൂക്കാൻ ഇറങ്ങിയതെന്ന്. പക്ഷേ അവകാശത്തോടെ അധികാരത്തോടെ അവളോട് സംസാരിക്കാൻ കഴിയുന്നില്ല. വാപ്പ ചോദിച്ചതിന് അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ചിരിയോടെ ഒന്നൊതുങ്ങി അവർ അകത്തേക്ക് കയറി പോകുന്നത് നോക്കി നിന്നു. മുറ്റമൊക്കെ ഇൻ്റർലോക്ക് പാകിയതാണ്. അതുകൊണ്ട് തൂക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല, ചവറുമില്ല. മുറ്റത്തൊക്കെ ചെടിച്ചട്ടികൾ, എന്തൊക്കെയോ ചെടികൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വാടിക്കരിഞ്ഞു പോയിരിക്കുന്നു. ഫൈസിയും വാപ്പയും അകത്തേക്ക് കയറുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളത് കൂടി തൂത്ത് കളഞ്ഞിട്ടവർ അടുക്കള വശത്തേക്ക് പോയി. ഫൈസിക്കും വാപ്പാക്കും അവൾക്കും വേണ്ടിയുള്ള ചായ വെച്ചു. കുട്ടികൾക്കൊന്നും ചായ വേണ്ട, അവർക്കൊക്കെ പാലാണ് കാച്ചി കൊടുക്കുന്നത്. അതും അവർ കുടിക്കാറില്ല. അത്രയും നിർബന്ധിച്ച് കൂടെ നടക്കണം. ചായ വേഗം 2 ഗ്ലാസ്സിലാക്കി ഒഴിച്ചെടുത്തുകൊണ്ടവൾ ഹാളിലേക്ക് ചെന്നു. 2 പേരും എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ചായ കൊടുത്ത് തിരികെ വന്ന ശേഷം അവളും ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് കുളിച്ചു. ശേഷം അടുക്കളയിലുള്ള പണികളൊക്കെ തീർത്ത ശേഷമാണ് മക്കളെ 4 പേരെയും വിളിച്ചുണർത്തിയത്. മിസ്റ്റിയ വേഗം എണീറ്റു. മറ്റു 3 പേർക്കും എഴുന്നേൽക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ഫൈസി കൂടി വന്ന് വിളിച്ചിട്ടാണ് മക്കളൊക്കെ എണീറ്റത്. അവരുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി കുളിപ്പിച്ച് നല്ല വിധേന അവളൊരു പിടി ആഹാരം കൊടുത്തു. 3 പേരും ആഹാരം കഴിക്കുന്നതിൽ വളരെ പിറകിലാണ്. ഇന്ന് മിസ്റ്റിയ മോളെ കൂടി അവരുടെ സ്കൂളിൽ ചേർക്കണം. അവരെയും ഇന്നു മുതൽ സ്കൂളിൽ വിട്ടു തുടങ്ങണം. അവർക്ക് കൊണ്ടുപോകാൻ എല്ലാം റെഡിയാക്കി ആലിയയും കുളിച്ച് റെഡിയായി വന്ന ശേഷമാണ് അവരുടെ യൂണിഫോം നോക്കിയത്. ഐഷുമോളുടെ ടോപ്പ് മാത്രം കിട്ടി. ബാക്കി ഒരു സാധനമില്ല യൂണിഫോമിൻ്റേതായിട്ട്. അവർ 4 പേരും കൂടിയാണ് യൂണിഫോമിൻ്റെ ബാക്കി പാർട്ടുകളൊക്കെ നോക്കിയത്. നോക്കി കുഴഞ്ഞതല്ലാതെ ഒരു അലമാരിയിലോ ബോക്സിലോ ഒന്നും അവരുടെ യൂണിഫോമിൻ്റേതായിട്ടുള്ള ഒന്നും കാണാനില്ല. അവസാനം ഫാസിലായി വിളിച്ച് അവരുടെ യൂണിഫോം എവിടെയാണ് ഇരിക്കുന്നതെന്ന് തിരക്കി. സാധാരണ വിൽക്കുന്ന ഇടമെല്ലാം ഫാസില പറഞ്ഞു കൊടുത്തു. അവസാനം വാപ്പയുടെ അലമാരയിൽ എങ്ങാനും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അതിനകത്ത് നിന്നാണ് യൂണിഫോം കിട്ടിയത്. രാവിലെ 1 മണിക്കൂറിൽ അധികമാണ് 3 ആളുടെയും യൂണിഫോം തിരക്കി നടന്നത്. ആലിയയ്ക്ക് ചിരി വന്നുപോയി. ഈ യൂണിഫോം എന്ന് പറയുന്ന സാധനം കഴുകി മടക്കി ഒരു സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചില്ലേ പിന്നെ പിറ്റേന്ന് സ്കൂളിൽ പോകാൻ നേരം പണി കിട്ടും. ഇതിപ്പോൾ ഇവരുടെ മക്കളുടെ യൂണിഫോം കല്യാണത്തിന് മുന്നേ കഴുകി വെച്ചതാണ്. അത് വാപ്പ ആയിരിക്കും എടുത്തുകൊണ്ട് വെച്ചത്. അദ്ദേഹം മറന്നുപോയി. മിസ്രിയ മോള് മാത്രമാണ് റെഡിയായി നിൽക്കുന്നത്. യൂണിഫോം കിട്ടിയ പാടെ 3 ആളും റെഡിയായി ഇറങ്ങി. പൊടിമോനെ റെഡിയാക്കിയത് ആലിയ തന്നെയാണ്. അതിനൊക്കെ അവൻ നിന്നു കൊടുത്തു. ഇപ്പോൾ അവളോട് ഒരൽപ്പം അയവുള്ളത് പോലെയാണ്. 4 പേർക്കും ഉത്തരം കൊടുത്ത് കാറിൽ കയറാൻ പറഞ്ഞു വിട്ടിട്ട് അവൾ ഒരു റെഡ് കളർ ചുരിദാറും ഇട്ട് അതിന് യോജിച്ചൊരു ഹിജാബും ഇട്ട് വാപ്പയുടെ അടുത്ത് പറഞ്ഞ് വേഗം കാറിൻ്റെ അടുത്തേക്ക് പോയി. സ്കൂളിൽ ചെന്ന് ആദ്യം മക്കളെ 3 പേരെയും അവരുടെ ക്ലാസ്സുകളിലേക്ക് ആക്കിയ ശേഷമാണ് മിസ്രിയ മോൾക്ക് അഡ്മിഷൻ എടുക്കാനായി പോയത്. ആ നേരം ഫൈസി കാറിൽ ഇരിക്കുകയായിരുന്നു. അഡ്മിഷനും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ ശേഷം ആലി മോളെയും കൊണ്ട് അവളുടെ ക്ലാസ്സിൽ പോയി. മാം, ഞാനല്ലാതെ മറ്റാര് വന്നാലും മിസ്രിയ മോളെ കാണാൻ അനുവദിക്കുകയോ അവർക്കൊപ്പം മോളെ വിടുകയോ ചെയ്യരുത്. മോളെ ക്ലാസ്സിൽ ഇരുത്തിയ ശേഷം അവളുടെ ക്ലാസ് ടീച്ചറിനെ മാറ്റി നിർത്തി ആലി പറഞ്ഞു. എന്തു പറ്റി? ഇനി ഇഷ്യൂസ്? നിറഞ്ഞ കണ്ണുകളുമായി മുന്നിൽ നിൽക്കുന്ന യുവതിയെ നോക്കി ടീച്ചർ ആകുലതയോടെ തിരക്കി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.